സൂയിസ് കനാൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഒന്നാണ് ഈ സൂയിസ് കനാൽ. ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പഠിക്കുന്ന സമയത്ത് ഇപ്പം നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു പക്ഷേ സ്കൂളിൽ പഠിപ്പിച്ചപ്പം നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സൂയിസ് കനാലിലൂടെ കടന്നു പോകുന്നതിന് മുമ്പ് സൂയിസ് കനാലിനെ പറ്റി പഠിച്ച് സൂയിസ് കനാൽ എന്ത് എന്ന് മറ്റുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനെപ്പറ്റി ധാരണ നമ്മൾ ഗൂഗിളും വിക്കിപീഡിയയും ഒക്കെ സെർച്ച് ചെയ്തിട്ട് ഒന്ന് നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ പരിമിതികളുണ്ട്, പിന്നെ ചോദിച്ചറിയാനുള്ള പരിമിതികളുണ്ട്. ഈ പരിമിതികൾക്കിടയിലെല്ലാം നിന്നുകൊണ്ട് തന്നെ നമ്മൾ അത് മാക്സിമം വർക്ക് ചെയ്ത് അതിനെപ്പറ്റിയിട്ട് അതിൻ്റെ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് നമുക്ക് ആളുകളിലേക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം പറയുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയാതെ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതേ ശൈലിയിൽ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് സ്വീകരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കമന്റ് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബ്രോ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പോലും പഠിക്കാത്ത കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോയിൽ 50 സെക്കൻഡ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ചരിത്രം അറിയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണെന്നറിയോ, അടുത്തൊരു രാജ്യത്തിന്റെ ചരിത്രവും അടുത്തൊരു രാജ്യത്ത് പോകുമ്പോൾ അത് എന്തെന്ന് അറിയാനുള്ള ഒന്നും കൂടെ നമുക്ക് ഇഷ്ടം തോന്നും. അങ്ങനെ നമ്മൾ വീണ്ടും വർക്ക് ചെയ്യാന്ന്. ശരിക്കും പറഞ്ഞാൽ അവർ കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും വർക്ക് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രധാനപ്പെട്ട പാതയാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് വിഷ്ണു പറയുന്നത് എത്ര ബില്യൺ ഡോളറിന്റെ ബിസിനസ്സാണ് അവിടെ നടക്കാൻ പോകുന്ന ഒരു കപ്പൽ, ഇല്ലെങ്കിൽ ഈ ഈജിപ്തിന് എത്രത്തോളം വരുമാനം കിട്ടുന്ന ഒരു സാധനമാണെന്നൊക്കെ പറയുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കുക ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണത്. ആ സമയത്ത് മനസ്സിനകത്ത് എന്തായിരുന്നു, അവിടെ നടക്കുന്ന ബിസിനസ് എത്ര കോടി രൂപയുടെ ചരക്കായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതെന്നൊക്കെ ആയിരുന്നു ചിന്തിച്ചിരുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനത് ചെക്ക് ചെയ്ത സമയത്ത് എനിക്കിത് പറയാൻ പേടിയുണ്ട്. കാരണം ഒരു കപ്പലിന് കൊടുക്കേണ്ടത് 2 കോടി രൂപയാണ്. 1 കോടി രൂപ ടോൾ കൊടുത്താണ് ഒരു കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കണമെന്നില്ല. അതേപോലെ ഒരു ദിവസം 50 മുതൽ 70 ചിലപ്പോൾ 100 കപ്പലുകളൊക്കെയാണ് സൂയിസ് കനാലിൽ കൂടെ ഒരു ദിവസം പാസ് ചെയ്യുന്നത്. ഒരു ദിവസം ഒരു കപ്പലിന് 1 കോടിയും, കപ്പലിന്റെ വലിപ്പം അനുസരിച്ചാണ്. വലിയ വലിയ കണ്ടെയ്നർ കപ്പലുകൾ 1, 1.5, 2 കോടി രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ സൂയിസ് കനാൽ ക്രോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈജിപ്തിൻ്റെ തന്നെ ആ രാജ്യത്തിൻ്റെ തന്നെ എക്കണോമിക്കലി ഏറ്റവും വലിയൊരു സംഭവമാണ് സൂയിസ് കനാൽ എന്ന് പറഞ്ഞത്. ഈജിപ്തിൻ്റെ ഏറ്റവും വലിയ ഒന്നാണ് ഈ സൂയിസ് കനാലിൽ കൂടെ ഈ കടന്നു പോകുന്ന കപ്പലുകൾ. നിലവിലെ സാഹചര്യത്തിൽ അത് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. എങ്കിലും ഇതിനു മുമ്പ് വരെ ചരിത്രങ്ങൾ അങ്ങനെ ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തോ എത്ര രൂപയുടെ ബിസിനസ് ആയിരിക്കും നടക്കുക? കാരണം ഈ ഫിഗേഴ്സ് കേട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇന്ധനം നിറയ്ക്കുന്നതിന് ഇല്ലെങ്കിൽ ഒരു ദിവസം ഓടുന്നതിന് നിങ്ങളുടെ കപ്പലിന് തന്നെ 7.5 ലക്ഷം രൂപയോളം മുതൽ മുടക്കുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല. കാരണം നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് പോലും നമുക്ക് സങ്കല്പിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം നോട്ടിക്കൽ മൈൽ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് കണക്ക് കൂട്ടാൻ നമുക്ക് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ നോട്ടിക്കൽ മൈൽ എന്ന് കേട്ടാൽ എന്തൊരു സംഖ്യ, അതിനപ്പുറത്തേക്ക് ചിന്തിക്കില്ല. അപ്പം 7 ലക്ഷം രൂപയും ഈ പറയുന്ന വലിയ കപ്പലുകൾക്ക് 10 ലക്ഷത്തിൽ പുറത്താണെന്ന് പറയുമ്പോഴൊക്കെ നമുക്കിത് സങ്കല്പിക്കാൻ കഴിയില്ല. വിഷ്ണുവിന് പിന്നെ കപ്പൽ ജീവിതം ആയതുകൊണ്ട് അറിയാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ട് ഈ കപ്പലിൻ്റെതായ ഒരുപാട് വാക്കുകളുണ്ട്, അതൊന്നും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ യൂസ് ചെയ്യാറില്ല. കാരണം ഞാൻ അങ്ങനെ ഒരു വീഡിയോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ നോട്ടിക്കൽ മൈൽ ആണെങ്കിൽ പോലും ഞാൻ അതിനെ കിലോമീറ്ററിലാണ് പറയുന്നത്. അപ്പോഴേ ഇത്ര കിലോമീറ്റർ ഓടുമ്പോൾ ഒരു കപ്പലിന് അതിന്റെ ഇന്ധനം ഇത്ര ചെലവാകും, അല്ലെ ഒരു ദിവസം ഒരു കപ്പൽ ഓടണമെങ്കിൽ ഇത്ര ലക്ഷം രൂപയുടെ ഇന്ധനം ചെലവാകും. അത് ടൺ കണക്കിനോ അല്ലെങ്കിൽ നമ്മുടെ നോട്ടിക്കൽ മൈൽ വെച്ചിട്ടോ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണപ്പെട്ട ഒരാൾക്ക് അത് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ ആ വാക്കുകളെ നമ്മുടെ മലയാളത്തിലാക്കി മനസ്സിലാവുന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും എൻ്റെ കപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കപ്പലായിരുന്നു. ആ കപ്പൽ ഒരു ദിവസം ഓടണമെങ്കിൽ ഏകദേശം 7.5 ലക്ഷം രൂപയുടെ ഫ്യൂല് വേണം. അതേപോലെ തന്നെ വലിയ കപ്പലുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഫ്യൂൽ വേണ്ടത് നമ്മുടെ ആഡംബര കപ്പലാണ്, പാസഞ്ചർ ഷിപ്പുകൾക്കാണ്. പാസഞ്ചർ ഷിപ്പുകൾക്ക് വരുന്ന ചെലവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അതുപോലാണ് ഒരു ദിവസം കോടി അടുത്ത് വരുന്ന ചെലവുകളാണ് ഒരു ദിവസം പാസഞ്ചർ കപ്പലുകൾ ഓടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത്. ചെറിയ കപ്പലിന്റെ വലിപ്പം, അതിന്റെ ഭാരം എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു കപ്പലിന്റെ ഇന്ധനക്ഷമത ഓരോന്നും, കപ്പൽ ഓടുന്നത് മാത്രമല്ല നമ്മൾ താമസിക്കുന്ന അക്കോമഡേഷൻ, അതിന്റെ കാര്യങ്ങൾ, പ്രവർത്തിക്കുന്ന ജനറേറ്ററുകൾ, 5 വലിയ ജനറേറ്ററുകളൊക്കെയാണ് ഒരു കപ്പലിലുള്ളത്. ഇതിനെല്ലാം വരുന്ന ഫ്യൂൽ എന്ന് പറയുന്നത് അത്ര ഇതാണ്. പക്ഷെ ഇത് ചോദിക്കുന്ന കാര്യം, ഒരു ദിവസം ഈ 10 ലക്ഷം രൂപ 15 ലക്ഷം രൂപയൊക്കെ ഫ്യൂല് മുടക്കി ഓടിയാൽ ഓണറിന് എന്ത് ലാഭം എന്ന് ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. ലാഭം നമ്മൾ കണക്കാക്കുന്നത് മില്യണിലുമല്ല ബില്യണിലാകാം ചിലപ്പോൾ. കാരണം ഒരു വലിയ കപ്പലിൽ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ 1.5 ലക്ഷം ടൺ, 2 ലക്ഷം ടണ്ണ് കാർഗോ പറയുമ്പോൾ ടണ്ണിന്റെ കണക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് പ്രശ്നമായിട്ടുള്ളത്. മെട്രിക് ടണ്ണ്
ടണ്ണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് വ്യക്തമായിട്ട്. ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഓരോ വീഡിയോയിലും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ ഒരു അറയുണ്ട്, ഈ അറയ്ക്കകത്ത് നമ്മൾ ഇത്ര ടണ്ണ് നമുക്ക് കൊള്ളും. അതേപോലെ നമ്മുടെ കപ്പലിൽ 5 അറയാണ്, അല്ലെങ്കിൽ 7 അറയാണ്, അല്ലെങ്കിൽ 9 അറയാണ്. ഇതിൽ അപ്പോൾ ആൾക്കാർക്ക് തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, ഒരു കറയിൽ ഇത്ര ടണ്ണ് വെച്ചിട്ട് 9 അറകളിൽ എത്ര ലക്ഷം ടണ്ണായിരിക്കും കൊള്ളുന്നത്. കടന്നു പോകുന്ന രാജ്യങ്ങളൊക്കെ ചരിത്ര പ്രാധാന്യം ഉള്ളതാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ പാലസ്തീൻ ഇസ്രായേൽ വാർ നടക്കുന്ന ഒരു സമയത്ത് പോവാന്ന് പറയുന്നത് ഒരുപക്ഷെ ജേർണലിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന ഒരു സംഗതിയാണ്. ആ പരിസരങ്ങളിലൂടെയെങ്കിലും നമുക്ക് പോകാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള സഞ്ചാരികൾക്ക് മാത്രമേ പറ്റുള്ളൂ. അതിലൂടെ പോകുമ്പോൾ മാനസികാവസ്ഥ എന്തായിരുന്നു ആ ഒരു സങ്കടം? നിലവിൽ കപ്പലുകളെ ആക്രമിക്കുന്നതിന് ഒരു 10 ദിവസം മുമ്പാണ് ഞാൻ സൂയിസ് കനാൽ കടന്നു വരുന്നത്. ലാസ്റ്റ് വീട്ടിൽ വരുന്നതിന് മുമ്പ് നമ്മുടെ കപ്പൽ തുർക്കിയിൽ നിന്ന് ലോഡ് ചെയ്ത് സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് നമ്മൾ കെനിയിലേക്ക് വരുമായിരുന്നു. അപ്പൊ കെനിയിലേക്ക് വരുന്ന ആ സമയത്ത് യുദ്ധം അവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു അപ്പോൾ ഒരു 10,000-17,000 പേരോളം മരിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് നമ്മൾ അതുവഴി കടന്നു വരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോയ്ക്കകത്താണ് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കപ്പൽ സൂയിസ് കനാൽ ക്രോസ് ചെയ്ത് കെനിയിലേക്ക് എത്തുമ്പോഴേക്കും കപ്പലുകൾക്ക് നേരെ അക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ വീഡിയോ ഇടുന്ന സമയത്ത് പോലും ഒരു 4-5 കപ്പലുകൾക്ക് നേരെ മിസൈൽ അറ്റാക്ക് ഉണ്ടായതിനു ശേഷമാണ് അതുപോലും ആ വീഡിയോ ഞാൻ ഇടുന്നത് തന്നെ. കാരണം അതിന് മറ്റ് പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പറഞ്ഞത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള കുറെ ആൾക്കാർ വ്യക്തിപരമായിട്ടും അല്ലാതെയും ശരിക്കും പറഞ്ഞാൽ പേഴ്സണലായിട്ടും മെസ്സേജുകളായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു അനുഭവം മാത്രമേ എൻ്റെ ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. ഒരു നല്ലതല്ലാത്തൊരു അനുഭവം ചിലപ്പം പറഞ്ഞാൽ ഈ കപ്പലുകൾക്ക് നേരെ അറ്റാക്ക് ചെയ്യുന്നതിനെതിരെ ഞാൻ പറഞ്ഞ വീഡിയോയ്ക്ക് മാത്രമായിരിക്കും.